വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ സാങ്കേതിക സർവകലാശാല VC സിസ തോമസിന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ തിരിച്ചടി. കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ സർക്കാർ നടപടി ചോദ്യം ചെയ്ത് നൽകിയ ഹർജി ട്രൈബ്യൂണൽ തള്ളി. സർക്കാരിന്റെ അനുമതിയില്ലാതെ VCയായി ചുമതല ഏറ്റെടുത്തതിനാണ് സിസ തോമസിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. അനുമതിയില്ലാതെ സാങ്കേതിക സർവകലാശാല VCയായി ചുമതലയേറ്റെടുത്തതിനാണ് സിസ തോമസിന് സർക്കാർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. ഈ നടപടി ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ തള്ളിയത്. കാരണം കാണിക്കൽ നോട്ടീസ് റദ്ദാക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ ട്രൈബ്യൂണൽ അച്ചടക്ക നടപടിയെടുക്കുന്നതിന് മുമ്പായി സിസ തോമസിനെ കൂടി കേൾക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സർവീസ് ചട്ടം 44 ലംഘിച്ചുവെന്ന സർക്കാർ വാദത്തെ സിസ തോമസ് തള്ളിയിരുന്നു. നിലവിലെ ചുമതല ഉപേക്ഷിച്ച് പുതിയ പദവി ഏറ്റെടുക്കുന്നതിനാണ് സർക്കാരിന്റെ അനുമതി വേണ്ടത്. എന്നാൽ താൻ അധിക ചുമതല എന്ന നിലയ്ക്കാണ് VC സ്ഥാനം ഏറ്റെടുത്തതെന്നും അത് നിയമപ്രകാരമാണെന്നുമായിരുന്നു സിസ തോമസിന്റെ വാദം. സാങ്കേതിക വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഡോക്ടർ സിസ തോമസിനെ നീക്കിയത്. സർക്കാരിന്റെ അതൃപ്തിക്കിടെ ഗവർണറാണ് സിസയെ വൈസ് ചാൻസലർ സ്ഥാനത്ത് നിയമിച്ചത്. VCയുടെ ചുമതല ഏറ്റെടുക്കുന്നതിന് സർക്കാരിന്റെ അനുമതി സിസ തേടിയിരുന്നില്ല. ഇത് സർവീസ് ചട്ടത്തിന്റെ ലംഘനമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. മാർച്ച് 31-ന് സർവീസിൽ നിന്ന് സിസ തോമസ് വിരമിക്കാനിരിക്കെയാണ് ട്രൈബ്യൂണലിന്റെ നടപടി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. ദുരിതാശ്വാസ നിധി തട്ടിപ്പ് കേസിൽ ലോകായുക്ത വിധി നാളെ. വിധി സർക്കാരിന് നിർണായകമാണ്. മുഖ്യമന്ത്രിയും 18 മന്ത്രിമാരുമാണ് കേസിൽ എതിർകക്ഷികൾ. തുക തിരിച്ചുപിടിക്കണമെന്നാണ് ഹർജിക്കാരന്റെ ആവശ്യം. കേസിൽ വാദം പൂർത്തിയാക്കി 1 വർഷം പിന്നിട്ട ശേഷമാണ് വിധി പ്രഖ്യാപിക്കുന്നത്.